പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കില്ല എന്ന് കോടതി. വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനംവകുപ്പിന് പരാതിയില്ല. പെരുമ്പാവൂർ കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി ഡാനി ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത്? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അത് ഈ ജാമ്യ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു. അതിന്റെ ഒരു ഏറ്റവും പ്രധാന കാരണം വേടന്റെ മാലയിലെ പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ, ഉള്ളതാണോ, കൃത്യമായിട്ടുള്ളതാണോ എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ തെളിയിക്കാൻ കഴിയൂ. അത്തരം യാതൊരു രീതിയിലുള്ള തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയും പ്രഥമ ദൃഷ്ട്യാ അത് നിലനിൽക്കുന്നതല്ല. വേടന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം റാപ്പർ വേടൻ പുലിയെ വേട്ടയാടി എന്നത് സംബന്ധിച്ചുള്ള വനം വകുപ്പിന് ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടുവെന്ന് തെളിയിക്കുന്നതോ അല്ലെങ്കിൽ പരാതിയുമായി ഉള്ളതോ അത്തരം ഒരു പരാതികളോ ഒന്നും തന്നെ നിലവിൽ ഇല്ല. അപ്പോൾ സമാനമായ കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ഇയാൾ ഏർപ്പെട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്നത് കണ്ടെത്തേണ്ടതടക്കം ഈ ശാസ്ത്രീയമായ പരിശോധനയിലുമാണ്. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ശാസ്ത്രീയവുമല്ല. ഇത് പരാതികൾ മാത്രമാണ് ഉള്ളത്. മൃദുല ദേവി ടെലിഫോൺ ലൈനിലുണ്ട്. ഡാനിയിലേക്ക് ഞാൻ വരാം. ശ്രീമതി മൃദുല ദേവി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വനം വകുപ്പിന്റെ നടപടി വലിയ തോതിൽ ചർച്ചയായ പശ്ചാത്തലമുണ്ട്. ഈ മട്ടിൽ വേടനോട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നോ എന്നതായിരുന്നു പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ചോദ്യം. ഇപ്പോൾ ഈ കോടതിയുടെ ജാമ്യ ഉത്തരവിലും വനം വകുപ്പിന്റെ നടപടികൾ തെറ്റാകുന്നു എന്ന ഒരു സന്ദേശമാണോ ഉള്ളത്? ആക്ച്വലി ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ എന്റെ മനസ്സിൽ എന്റെ ഒബ്സർവേഷനിൽ എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യം പറയാം. ഇവിടെ പലപ്പോഴും, അതായത് ദളിത് ഹർത്താൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ദളിത് ഹർത്താൽ ഒരുവിധം നന്നായി വിജയിപ്പിക്കാനായിട്ട് ദളിത് സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. അത് ദളിത് മുന്നേറ്റമായിരുന്നു. അതുപോലെ തന്നെ വടയമ്പാടി സമരം നടന്നിരുന്നു. വടയമ്പാടി സമരം നടന്നപ്പോഴും അതിനെ അത്യാവശ്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതും അതിനകത്ത് ദളിതരുടെ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. പലരും ചേർന്ന് നടത്തിയതാണ്. ഇനി കെവിന്റെ വിഷയം വരുമ്പോൾ, കെവിന്റെ മർഡറിനകത്ത് അത്രയെങ്കിലും ആൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചത് അത് കൃത്യമായ ഒരു ദളിത് മുന്നേറ്റവും എസ്പെഷ്യലി ദളിത് ഫെമിനിസ്റ്റ് മുന്നേറ്റവും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ വേടനെ വിജയിപ്പിച്ചത് മലയാളികളുടെ മുന്നേറ്റമായിരുന്നു, ലോക മലയാളികളുടെ മുന്നേറ്റമായിരുന്നു. അതിന്റെ മുമ്പിൽ പ്രഷർ ഗ്രൂപ്പായി സർക്കാരിന് വനം വകുപ്പൊക്കെ നാണം കെട്ട് കീഴടങ്ങേണ്ടി വന്നു. അതാണ് വാസ്തവത്തിൽ നടന്നത്. എനിക്കതിൽ വളരെ അഭിമാനവും സന്തോഷവും. ഞാനിപ്പോൾ കേരളത്തിലില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് അത് കാണുകയായിരുന്നു. മലയാളികളായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വിളിക്കുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരാരും തന്നെ കേരളത്തിലെ പറയരോ പുലയരോ വീട്ടുവരോ ഉള്ളാടരോ ഒന്നും അല്ല വിളിച്ചത്. വിളിച്ചവരൊക്കെ തന്നെയും ഓപ്പൺ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. അവരാണ് വിളിക്കുന്നത്. അതിൽ പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. വേടൻ ചെയ്ത ക്രൈമുകൾ അഡ്രസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. അതിലൊക്കെ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടെ അത് മറ്റൊരവസരത്തിൽ നമ്മളത് നോക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ. അതൊക്കെ ഉണ്ട്. പക്ഷേ ശരി, താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ശ്രീമതി മൃദുല ദേവി, ഞാൻ ആ സംശയം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് വേടൻ എന്ന വ്യക്തി കഞ്ചാവ് ഉപയോഗത്തിനാണ് പിടിക്കപ്പെടുന്നത്. കഞ്ചാവ് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ അടക്കം പിടികൂടുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരുടെ എതിർക്കുന്നവരുടെ ഒക്കെ വാക്കുകൾ വിട്ടേക്കൂ. വേടൻ ഇതിനുശേഷം പറഞ്ഞത് അങ്ങേയറ്റം പക്വതയോടുകൂടിയുള്ള പ്രതികരണമായിരുന്നു. ആ തെറ്റുപറ്റിപ്പോയി, തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേടൻ. അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ആ ഘട്ടത്തിലാണല്ലോ ഈ വനം വകുപ്പ് നടപടിയിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഈ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. കാരണം വേടനെ പിടികൂടുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിട്ടുള്ള മാല, അതിൽ പുലിപ്പല്ല് എന്ന് സംശയിക്കേണ്ട സാഹചര്യം വരുന്നു. അവിടെ ഈ നടപടിയിലേക്ക് പോയില്ല എങ്കിൽ ഇതിൻ്റെ ഒരു മറുഭാഗം കൂടിയുണ്ടല്ലോ. വേടന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോറിറ്റി ഉണ്ടോ? എന്തുകൊണ്ട് വേടന്റെ കഴുത്തിൽ മാല കിടന്നപ്പോൾ നടപടി ഉണ്ടായില്ല? അങ്ങനെ ഒരു സാധ്യതയും ഉണ്ടല്ലോ. അപ്പോൾ അതായിരിക്കുമോ വനം വകുപ്പ് ഇടപെടാൻ കാരണം എന്ന മറുഭാഗം കൂടിയില്ലേ?
അല്ല, ഇത് ആദ്യമായി കേരളത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു പുലിപ്പല്ലല്ല. കേരളത്തിൽ ഇത്തരം പുലിപ്പല്ലുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് കാണിക്കും. പിന്നെ ഇത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചതും ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കുറഞ്ഞ സാമൂഹിക നിലയുള്ള ശരീരഘടന കൊണ്ട് തന്നെയാണ് അത് കാണിച്ചത്. അതൊരു ഉടലിന്റെ ശരീരത്തിന്റെ സാമൂഹിക നില കുറവായതുകൊണ്ടാണ് ധൈര്യമായിട്ട് കാണിച്ചത്. എത്രയോ പേരുടെ കണ്ടിരിക്കുന്നു, ഇപ്പൊ എത്രയോ പേരുടെ വെളിയിൽ വന്നിരിക്കുന്നു. റീൽസിനകത്ത് പക്ഷെ നമുക്ക് അങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ, എത്രയോ ആരാധകർ ഉള്ള ആൾ ആണ് അദ്ദേഹവും. ഈ ആനക്കൊമ്പ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ. ഹലോ പറഞ്ഞോളൂ. അതായത് മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹം ഈ ആനക്കൊമ്പ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടുന്ന ആളാണ്. ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുലിപ്പല്ലും ആനക്കൊമ്പ് കൈവശം വെക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഈ വിഷയത്തെ ഇവിടുത്തെ ഒരു മോഹൻലാലിന്റെ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദളിത് സമൂഹത്തിന് പറ്റിയ ഒരു വലിയൊരു പിഴവ് കൂടിയായിട്ട് ഞാൻ അതിനെ കാണുന്നു. മോഹൻലാലിന്റെ കേസുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ കേസുമായിട്ടോ ഇതിനൊന്നും തുലനം ചെയ്യുന്നില്ല. അതായത് ഞാൻ നിലത്ത് കിടക്കുന്ന ഒരു ഇപ്പൊ ഞാൻ ആളെ കാണുന്നില്ല, ആരോ സംസാരിക്കുന്നതെന്ന് അറിയുന്നില്ല. താങ്കളുടെ അഭിലാഷിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരു ട്രോഫി ഞാൻ എടുത്തു. അത് കളവാണ്. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നു. പക്ഷേ എന്റെ കളവ് ഇവിടെ പെരുപ്പിച്ച് കാണിക്കുവാൻ ഇവിടെ ആൾക്കാരുണ്ട്. ആ നിയമത്തിൻ്റെതായ എല്ലാ ലൂപ്പ് ഹോളുകളും ഉണ്ട്. ആ ലൂപ്പ് ഹോളുകളും അതുപോലെ തന്നെ ഉപയോഗിക്കുവാനും, പിന്നെ ഇതുപോലെ ഒരു മന്ത്രിസഭയും ഇതുപോലെ ഗണേഷ് ഇദ്ദേഹത്തെ പോലെ ഒരു മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഒരു വലിയൊരു വൃന്ദം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നിയമങ്ങളും അതായത് നിയമത്തിൽ നമുക്ക് ഏത് നിയമത്തിനകത്തും ലൂപ്പ് ഹോളുകളുണ്ട്. ആ ലൂപ്പ് ഹോളുകൾ അടക്കം അതിനെ വളച്ച് ഒടിച്ച് കൃത്യമായ രീതിയിൽ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പുറം വിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് ജാതിപരമായിട്ട് തന്നെ പറയുകയാണ്. അതായത് നമ്മുടെ കേരള പോലീസ് പണ്ടൊരു പരസ്യം ഇറക്കിയത് അഭിലാഷ് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. കുട്ടൻപിള്ള എന്നൊരു പേരിലായിരുന്നു അതിനകത്തൊരു വ്യക്തിയെ കൊണ്ടുവന്നത്. അതായത് ഞങ്ങൾക്ക് മേളിലോട്ട് കുട്ടൻപിള്ളമാരില്ല, ഞങ്ങൾക്ക് ഒരിടത്തും കുട്ടൻപിള്ളമാരില്ല, മാരാർമാരില്ല, പൊതുവാൾമാരില്ല, ആരുമില്ലാത്ത ജനതയാണ് ഇത്. സ്വന്തം ഈ ഒരു ഇപ്പോ ജെൻസികളോടാണ് എനിക്ക് ഏറ്റവും നന്ദി. ജെൻസികളുടെ ഡെമോക്രാറ്റിക് വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മലയാളികൾ അവർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി മലയാളികൾക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റാതെ. ഇപ്പൊ എന്റെ മകളുടെ കാര്യം അറിയാം. എന്റെ മകളൊക്കെ ഈ വേടന്റെ പാട്ട് കേട്ടിട്ടാണ് ഈ സിറിയയിലൊക്കെ നടന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ പഠിക്കുവാണ് ചെയ്യുന്നത്. അദ്ദേഹം സ്വയം ഒരു കരിക്കുലമായി മാറിയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ വേടനെ യാതൊരു തരത്തിലും ഇവിടെ ദളിതർക്ക് ഒരിക്കലും ഒരു കാലത്തും തീർച്ചയായും താങ്കൾ പറയുന്നത് വ്യക്തമാണ്. അപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സേനയ്ക്കോ നമ്മുടെ വനം വകുപ്പിനോ ഒക്കെ ജാതിയും മതവും നോക്കിയിട്ട് നടപടി സ്വീകരിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്കിപ്പോ എനിക്ക് ആ ചർച്ചയ്ക്കകത്തിരുന്ന് എത്രത്തോളം ഞാൻ പറയല്ലോ, ഞാൻ എന്റെ ലൈഫ് കൊണ്ടാണ് വേടന്റെ വിഷയത്തിൽ ഇടപെടുന്നത്. എന്റെ ലൈഫ് കൊണ്ടാണ് ഇടപെടുന്നത്. എനിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടൊരു പ്രിവിലേജ് ഇടമുണ്ട്. എനിക്ക് അത് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഇന്ത്യൻ ദേശീയതയിൽ ഇല്ലാത്ത ഞാൻ ശ്രീമതി മൃദുലാദേവി, ഞാൻ എന്റെയോ താങ്കളുടെയോ കാര്യത്തെക്കുറിച്ച് സംശയമില്ല ചോദിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വേടനെ പിന്തുണയ്ക്കുന്നത് എന്റെ സംശയം വനം വകുപ്പുമായി ബന്ധപ്പെട്ട്, വനം വകുപ്പ് എന്നത് സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ആണല്ലോ വനം വകുപ്പ് ഇടപെടുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാൻവേട്ടയുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലെ ഒരു നടൻ എത്ര വലിയ വിവാദമായിരുന്നു. ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്നാണ്. അവിടെ ആ നടൻ എന്ന പ്രിവിലേജിലേക്കല്ല പോകുന്നത്. ആ നടൻ ചെയ്താലും അത് തെറ്റ് എന്നതാണല്ലോ. ഇവിടെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കേസിൽ, ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നു. ആ വ്യക്തി ഇത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നോ എന്നതാണ് സംശയം. അല്ല അഭിലാഷേ, ഒരുപാട് ഇടങ്ങളിൽ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ കണ്ണടച്ച് കളഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേരെ റെറ്റിനയ്ക്ക് പിന്നിൽ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ റെറ്റിനയ്ക്ക് മുന്നിലും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, വളരെ മികച്ച ഒരു പത്രപ്രവർത്തകനെ ഇടിച്ചു കൊന്നിട്ട് പോയ ശ്രീരാം വെങ്കട്ടരാമന് കിട്ടിയ നീതി എന്തായിരുന്നു ഇവിടെ? ഞാൻ ആക്ച്വലി ഇതൊരു മോശം ഇരട്ടത്താപ്പാണ് വേടനോട് കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, അഭിലാഷ് ചോദ്യം ചോദിക്കുമ്പോൾ അതേ ചോദ്യകർത്താവാണ്. ആൻസർ പറയുന്ന എന്റെ സാമൂഹിക നില നോക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കേരള ഗവൺമെന്റിനെ, വനം വകുപ്പിനെയൊക്കെ പ്രതിക്കൂട്ടി നിർത്തണം. പക്ഷെ ഞാനിവിടെ മഹാരാഷ്ട്രയിലെ ഞാൻ നൊമാഡിക് ട്രൈബുകളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. എന്നെ ഇവിടെ മാവോയിസ്റ്റ് അർബൻ നക്സലോ ആക്കും. എനിക്കതുകൊണ്ട് ഭയമുണ്ട്. സത്യമായിട്ട് പറയുകയാണ്. എനിക്ക് വടയമ്പാടി സമരത്തിലോ മറ്റു
സമരങ്ങളിലൊന്നും ഈ ഭയമില്ലായിരുന്നു. ശരി. എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ വിഷയം സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. ഞാൻ കേരള സ്റ്റേറ്റിനെയോ വനം വകുപ്പിനെ ഇതിനെയൊക്കെ എനിക്കിപ്പോ ഭയമായിപ്പോയി. യെസ്, വളരെ നന്ദി ശ്രീമതി മൃദുല ദേവി. ഡാനിയാണ് ചേരുന്നത്. ഡാനി, ഇത്തരത്തിൽ അതായത് ആളുകൾ ആശങ്കപ്പെടുന്ന, അതായത് ജാതിയും മതവും ഒക്കെ നോക്കി ഭരണകൂടം പോലും ഒരേ സമാനമായ കേസുകളിൽ വ്യത്യസ്തമായ നീതി ആണ് നൽകുന്നത് എന്നൊരു നിരീക്ഷണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. വേടനെ പിന്തുണയ്ക്കാനും വേടനെ എതിർക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത്. അതുകൊണ്ട് തന്നെ മറ്റു ചില ഉദാഹരണങ്ങളൊക്കെ അടക്കം ഉയർത്തി കാണിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി, അദ്ദേഹം ഉപയോഗിക്കുന്നത് പുലിപ്പല്ലാണോ എന്നത് അതിലൊന്നും വ്യക്തതയില്ല. കാരണം അതൊക്കെ സ്വർണം കെട്ടിയ മാലയാണ്. അതിനുള്ളിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. പക്ഷേ അത് പരിശോധിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു കോണിൽ നിന്ന് ഉയരുമ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഉത്തരവ്. അതിൽ വേടന് ജാമ്യം ലഭിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ വനംവകുപ്പിന്റെ പല നിരീക്ഷണങ്ങളും തെറ്റാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഡാനി, കേൾക്കാമെങ്കിൽ. അഭിലാഷ്, ഇപ്പോൾ തന്നെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് നിരവധിയായ ചർച്ചകൾ ഈ വേടനെതിരെ വനംവകുപ്പ് സ്വീകരിച്ച നടപടിയിലുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ കഞ്ചാവ് ഉപയോഗത്തെ ആരും പൊതുസമൂഹമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും പിന്തുണച്ചിട്ടില്ല. പക്ഷേ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരം, ഇപ്പോൾ മോഹൻലാല് ആനക്കൊമ്പ് കേസുണ്ട്, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ചില ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ മാലയിൽ പുലിപ്പല്ലുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കാവുന്ന ഒന്നല്ല. എങ്കിൽ പോലും ആ മാതൃകയിലുള്ള മാല ഉപയോഗിക്കുന്നു. അത് പരിശോധിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ജാമ്യം അതിവേഗം ലഭിക്കുന്നത്. കോടതിയിൽ വനംവകുപ്പ് ഉന്നയിച്ച വാദങ്ങളൊക്കെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അഭിലാഷ്. കാരണം പൂർണ്ണമായും തന്നെ വനംവകുപ്പിനെ കോടതി നിരാകരിക്കുകയാണ്. കാരണം കോടതിയിൽ ശക്തമായ രീതിയിലുള്ള ഒരു തെളിവുകളും ഹാജരാക്കാതെയാണ് കോടതിക്ക് മുന്നിലേക്ക് ഈ ഗുരുതരമായ, അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി. ഒരു മൃഗത്തെ വേട്ടയാടി, പുലിയെ വേട്ടയാടി അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു സാങ്കത്യം പോലും അത് അന്വേഷിച്ചില്ല. കോടതി പറയുന്നത് സമാനമായ ഒരു കുറ്റകൃത്യം ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും ഇല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു പരാതി വനം വകുപ്പിനുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുക? അതായത് പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കുറ്റവും നിലനിൽക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടായത്. നേരത്തെ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് റാപ്പർ വേടൻ അദ്ദേഹത്തിന്റെ ഈ കഞ്ചാവ് ഉപയോഗിച്ച കാര്യങ്ങൾ കേസ് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അവരെല്ലാം തന്നെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ അവർ ഇതൊന്നും ചെയ്യുന്നത് ഒരിക്കലും അനുകരണീയമായ ഒരു കാര്യവുമല്ല. പക്ഷേ വനം വകുപ്പിന്റെ ഈ നീക്കങ്ങൾ അത് എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോയതെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം വേണം. കാരണം മറ്റു സമാനമായ രീതിയിൽ പല പരാതികളും ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ കാണിച്ച ഈ തിടുക്കം, ഈ വേഗത എന്തുകൊണ്ട് മറ്റു പല കേസുകളിലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ട്. അത് തന്നെയാണ് ഈ പൊതുസമൂഹവും ചോദിക്കുന്ന ഒരു കാര്യം. മറ്റു കേസുകളിൽ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കം കാണിക്കാത്തത്, ഇത്ര വേഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാത്തത് എന്നതടക്കം പറയുന്നുണ്ട്. അത് തന്നെ കോടതിയും അടിവരയിട്ടുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിലേക്ക്. വേടനെതിരെ വനം വകുപ്പ് ഉന്നയിച്ച വാദങ്ങൾ കോടതി പ്രഥമ ദൃഷ്ട്യാ അംഗീകരിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചത്.